പലസ്തീൻ ഭൂപടത്തിൽ വേണോ വേണ്ടയോ? നെതന്യാഹു ശക്തമായി പറയുന്നത് പലസ്തീൻ ഇനി ഇല്ല. ടിൻ അക്രമത്തിന് ശേഷം അല്ലെങ്കിൽ ടിൻ ടവർ അക്രമത്തിന് ശേഷം ഒരു മൈലപ്പുറത്ത് നിങ്ങൾ തീവ്രവാദികൾക്ക് താമസിക്കാനായിട്ട് ഇടം നൽകാൻ തയ്യാറാവുമോ? ഒരു കാരണവശാലും ഞങ്ങളുടെ അയൽവക്കത്ത് വളരാൻ ഞങ്ങൾ അനുവദിക്കില്ല, തുടച്ചു നീക്കും. ഇസ്രയേലിൻ്റെ ഈ കാഴ്ചപ്പാടെന്ന് പറയുന്നത് പുരോഗമന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 50 വരെ ഇപ്പോൾ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ്. കൊലക്കളമാണ് യഥാർത്ഥത്തിൽ ഗസ. നമസ്കാരം. ഇപ്പോൾ അന്താരാഷ്ട്രീയ തലത്തിൽ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട വിഷയം പലസ്തീൻ എന്ന് പറയുന്ന ഒന്ന് ഭൂപടത്തിൽ വേണോ വേണ്ടയോ എന്നുള്ളതാണ്. ഫ്രാൻസും ബ്രിട്ടനുമൊക്കെ കൂടി ചേർന്ന് ഐക്യരാഷ്ട്രസഭയിൽ പലസ്തീനെ അംഗീകാരം കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തുമ്പോൾ വളരെ ശക്തമായിട്ട് അതിനെ എതിർക്കുന്ന ഇസ്രയേലിൻ്റെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. നെതന്യാഹു ശക്തമായി പറയുന്നത് പലസ്തീൻ ഇനി ഇല്ല എന്നാണ് പറയുന്നത്. അതിന് അദ്ദേഹം ലോകത്തിൻ്റെ മുന്നിൽ അമേരിക്കയോട് ഒക്കെ പ്രത്യേകം ചോദിക്കുന്ന ഇതാണ്: സെപ്റ്റംബർ 11 ടിൻ അക്രമത്തിന് ശേഷം അല്ലെങ്കിൽ ടിൻ ടവർ അക്രമത്തിന് ശേഷം ഒരു മൈലപ്പുറത്ത് നിങ്ങൾ തീവ്രവാദികൾക്ക് താമസിക്കാനായിട്ട് ഇടം നൽകാൻ തയ്യാറാവുമോ? അതിന് സമാനമായിട്ടുള്ള കാര്യമാണ് ഇസ്രയേലിനടുത്ത് ഗസയിൽ പലസ്തീൻ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു രാഷ്ട്രത്തെ അംഗീകരിക്കുന്നത്. നിരന്തരമായി ഞങ്ങളെ ശല്യപ്പെടുത്തുകയും ഞങ്ങളെ ഉപദ്രവിക്കുകയും അവിടെ പെറ്റു വീഴുന്നതായിട്ടുള്ള കുട്ടികൾ മുഴുവനും ഇസ്രയേലിനെതിരെയുള്ള വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരായി വളർന്നു വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വളരുന്നൊരു രാഷ്ട്രം ഒരു കാരണവശാലും ഞങ്ങളുടെ അയൽവക്കത്ത് വളരാൻ ഞങ്ങൾ അനുവദിക്കില്ല, കുറേ കാലമായി ഞങ്ങൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ തുടച്ചു നീക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇസ്രയേലിൻ്റെ ഈ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഒരിക്കലും പുരോഗമന സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. കാരണം പലസ്തീനിലെ ജനത അങ്ങനെ ഇസ്രായേലിനെ വെറുക്കുന്നവരായി മാറുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദികൾ ഇസ്രായേലുകാരും കൂടിയാണ്, അല്ലെങ്കിൽ അവർ തന്നെയാണ് എന്ന് മനസ്സിലാക്കാം. കാരണം നിരന്തരമായിട്ട് അവിടുത്തെ മനുഷ്യരെ അവർ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 50 വരെ ഇപ്പോൾ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. കൊലക്കളമാണ് യഥാർത്ഥത്തിൽ ഗസ. ആ കൊലക്കളത്തിൽ ആ വീഴുന്ന രക്തം, അവിടെ പൊലിഞ്ഞു പോകുന്നതായിട്ടുള്ള ജീവനുകൾ, അതെല്ലാം കണ്ടും അറിഞ്ഞും അനുഭവിച്ചും അവിടെ വളർന്നു വരുന്ന കുട്ടികൾ എങ്ങനെയാണ് ഇസ്രയേലിനെ സ്നേഹിക്കുക? ഇസ്രയേലിനെ അവർ വെറുക്കുക എന്ന് മാത്രമല്ല, അവർക്ക് ഏതെങ്കിലും അവസരം കിട്ടിയാൽ ഇസ്രയേലിനെ നശിപ്പിക്കാനായിട്ടുള്ള ത്വര അവരിലുണ്ടാവുകയും ചെയ്യും. സ്വാഭാവികമാണ്. അത് മാറണം എന്നുണ്ടെങ്കിൽ സൗഹാർദ്ദപരമായിട്ടുള്ള രീതിയിൽ ആ ജനതയെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാവണം. യുദ്ധം കഴിഞ്ഞു, ഇപ്പോൾ ദിവസം കശാപ്പ് മാത്രമേ ഉള്ളൂ. അവർ ചെയ്യേണ്ടത് എന്താണ്? ഇസ്രയേൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കാവുന്ന രീതിയിൽ ഗസയെ പുനർനിർമ്മിക്കുക എന്നുള്ളതാണ്. ഗസയുടെ പുനർനിർമ്മാണം എളുപ്പമല്ല. കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചാൽ മാത്രമാണ് അത് പുനർനിർമ്മിക്കപ്പെടുകയും. കാരണം ഒരു വലിയ ജനസമൂഹം അവിടെ ജീവിച്ചിരുന്നു. അവരുടെ വീടുകൾ അവിടെ ഉണ്ടായിരുന്നു, അവരുടെ കെട്ടിടങ്ങളുണ്ടായിരുന്നു, അവരുടെ ആശുപത്രികളുണ്ടായിരുന്നു, അവരുടെ സ്കൂളുകളുണ്ടായിരുന്നു, അവരുടെ മറ്റ് സ്ഥാപനങ്ങളുണ്ടായിരുന്നു. എല്ലാം ഇടിച്ച് നിരത്തി പാറക്കൂട്ടങ്ങൾ മാത്രമുള്ള ഒരു തരിശ് ഭൂമിയായിട്ട് അതിനിപ്പോൾ മാറ്റിയിട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അതിനിടയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈജിപ്തിൻ്റെ അതിർത്തിയിൽ പോയി വിലയം പ്രാപിച്ചിരിക്കുകയാണ് പലസ്തീൻ ജനത, ലക്ഷക്കണക്കിന് ആളുകൾ. ഇവർക്ക് പോകാൻ ഒരിടമില്ല, ഇവരെ ആരും അംഗീകരിക്കാൻ തയ്യാറില്ല. ഇവർക്ക് മരണം മാത്രമാണ് മുന്നിൽ നിൽക്കുന്നത് നമുക്കറിയാം. ആ മരണത്തിലേക്ക് അവരെ തള്ളിവിട്ട് ഇഞ്ചിഞ്ചായി അവരെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി മാത്രം പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇസ്രയേൽ, ആ ഇസ്രയേലിനെ കരുതി ഒരു പലസ്തീൻകാരനും സ്നേഹപ്രകടനങ്ങൾ നടത്താൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അവൻ്റെ മനസ്സിൽ പകയുണ്ടാവും, വെറുപ്പുണ്ടാവും, ശക്തമായിട്ടുള്ള രോക്ഷമുണ്ടാവും. അതൊരു കാലത്തും മാറ്റാൻ ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ കഴിയുകയില്ല. ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം സ്വീകരിച്ചുകൊണ്ട് ഗസയെ പുനർനിർമ്മിക്കുന്ന ഒരു പ്രക്രിയയെക്കുറിച്ച് ആലോചിച്ചെങ്കിൽ മാത്രമാണ് അവിടെ നിന്ന് വെറുപ്പിൻ്റെ ശാലകളില്ലാത്തതിനെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് കഴിയും. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് പലസ്തീനെ തുടച്ചു മാറ്റാൻ എന്തായാലും ഇസ്രായേൽ കഴിഞ്ഞേക്കും, പലസ്തീൻ വേണ്ട എന്നവർ തീരുമാനിച്ച പലസ്തീൻ ഉണ്ടാവില്ല. കാരണം ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ സ്ഥിതി ഏതാണ്? ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തെ സഹായിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അവിടെ നിന്ന് തിരിച്ചു കിട്ടാനായിട്ടുള്ള വകുപ്പുണ്ടാവണം, എങ്കിലേ സഹായിക്കുകയുള്ളൂ. അതല്ലാതെ ഒരു രാഷ്ട്രം മറ്റൊരു രാഷ്ട്രത്തെ സഹായിക്കാനായിട്ട് ഒരു തരത്തിലും തയ്യാറല്ല. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം സെലൻസ്കി യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷനിൽ പറഞ്ഞത്. നാറ്റോ സഖ്യത്തിൽ അംഗമായിട്ട് എന്ത് കാര്യം, ആര് സഹായിക്കാൻ? യുദ്ധം തുടങ്ങുന്ന സമയത്ത് അമേരിക്ക പറഞ്ഞത്
ട്രംപ് പറഞ്ഞത് എല്ലാ സഹായങ്ങളും ചെയ്യാം എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ എന്ത് സഹായമാണ്? വളരെ നിസ്സഹായാവസ്ഥയിലാണ് ഉക്രൈൻ. ഉക്രൈൻ മാത്രമല്ല, തൊട്ടപ്പുറത്തുള്ള പോളണ്ടിനെ റഷ്യ ആക്രമിച്ചപ്പോൾ ആര് സഹായത്തിനെത്തിയെന്നാണ് ചോദ്യം. എസ്റ്റോണിയ ആക്രമിച്ച സമയത്ത് ആര് സഹായിക്കാനെത്തി? ബ്രിട്ടന് ചുറ്റും റഷ്യയുടെ ഡ്രോണുകൾ നിറഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ബ്രിട്ടനെ രക്ഷിക്കാൻ ആരുണ്ട്? ആരെയും രക്ഷിക്കില്ല. അതുകൊണ്ട് നാറ്റോയിൽ അംഗത്വം നേടി എന്നതുകൊണ്ട് നാറ്റോയിലെ അംഗരാജ്യങ്ങൾ ഒരിക്കലും സുരക്ഷിതരായിരിക്കും എന്ന് വിശ്വസിക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ലോകത്ത് ഓരോ രാഷ്ട്രവും സുരക്ഷിതമല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നതിനെക്കുറിച്ചുള്ള സൂചനയാണ് അവിടെ നിർവചിക്കപ്പെട്ടത്. പലസ്തീൻ്റെ സ്ഥിതി അത് അനാഥമാക്കപ്പെടുകയും ഇല്ലാതാക്കപ്പെടുകയും ചെയ്യുന്നു. പക്ഷേ അറബ് രാഷ്ട്രങ്ങളെല്ലാം വെറും കാഴ്ചക്കാരായിട്ട് മാത്രം നിൽക്കുന്നു എന്നല്ല, അമേരിക്കയ്ക്ക് പട്ടാളത്താവളം നിർമ്മിക്കുന്നതിന് സ്വന്തം ഭൂഭാഗം നൽകിയ അവർ ഇപ്പോൾ എളിഭ്യരായിരിക്കുകയാണ് ചെയ്യുന്നത്. ഖത്തറിൽ ഇസ്രായേൽ ബോംബിട്ടപ്പോൾ അമേരിക്ക പറഞ്ഞത് ഞാൻ അറിഞ്ഞില്ല എന്നായിരുന്നു. കുവൈറ്റും അമേരിക്കൻ പട്ടാളത്തിന് താവളം ഒരുക്കാനുള്ള സൗകര്യം ചെയ്യുന്നു. ഒട്ടുമിക്ക അറബി രാഷ്ട്രങ്ങളും അങ്ങനെയാണ് ഇതുവരെ കഴിഞ്ഞുപിടിക്കുന്നത്. ഇപ്പോൾ അവർക്ക് മനസ്സിലായി അമേരിക്കയ്ക്ക് താവളം നിർമ്മിക്കാൻ സഹായം ചെയ്തു എന്നതിൻ്റെ പേരിൽ ഒരു തരത്തിലും തങ്ങളുടെ രാഷ്ട്രം സുരക്ഷിതമല്ല എന്നുള്ളത്. അതിൻ്റെ പെട്ടെന്നുള്ള ഒരു പ്രതികരണമായിരുന്നു, റെസ്പോൺസായിരുന്നു സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു സൈന്യ ഉടമ്പടി. അത് ഇന്ത്യക്ക് പോലും പ്രത്യാഘാതമുണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു സംഭവമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ അറബ് ലോകത്തിൻ്റെ ചിന്ത പ്രകടമാകുന്നുണ്ട്. എന്തുകൊണ്ട് അറബ് ലോകത്തൊരു അറബ് നാറ്റോ എന്ന് പറയുന്ന സൈന്യ സഖ്യം ഉണ്ടാക്കിക്കൂടാ? ഇങ്ങനെ എല്ലാ മേഖലയിലും അക്രമത്തിൻ്റെയും യുദ്ധത്തിൻ്റെയും ഒരു സന്ദേശം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പലസ്തീനില്ല അല്ലെങ്കിൽ പലസ്തീൻ ഉണ്ടാവില്ല, പലസ്തീനെ ഞങ്ങൾ തുടച്ചു മാറ്റും എന്ന് പറയുന്ന നെതന്യാഹുവിൻ്റെ ആ പ്രഖ്യാപനം അത് പ്രകമ്പനം കൊള്ളിച്ചിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ വളരെ ഗതികെട്ട ഒരവസ്ഥയായി മാത്രമേ നമുക്കതിനെ കാണാൻ കഴിയുള്ളൂ.